ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മനൂസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീനഗറിലുള്ള ബദാമാണ്. ബദാം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുഞ്ഞിലെയൊക്കെ ഒരു വലിയ വട്ടത്തിലുള്ള ഇലയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്നത്, റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ ബദാം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മളങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് അങ്ങനെ ബദാമൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വലിയ ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു മരമായിരിക്കും ബദാം എന്നത് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ബദാമിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതാണ് ബദാം. അതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മറ്റേ മൈലാഞ്ചി ഇലയൊക്കെ ഉള്ള പോലെ മൈലാഞ്ചിയുടെ ഇലയില്ലേ, അതേപോലെ കുഞ്ഞ് നീളമുള്ള കുറേ ചെറിയ ഇലകളാണ്. ഇത്രയും വലിപ്പമുള്ള മരങ്ങളാണ്, കണ്ടോ, ഇത്രയും വലിപ്പമുള്ള മരങ്ങളാണ്. ഇതൊന്നും അങ്ങനെ ഒരുപാട് വലുതായൊന്നും പോകുന്ന ഒന്നുമല്ല. മരങ്ങളുടെ വലിപ്പം കണ്ടല്ലോ. മരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇപ്പം ഒരു കാല് തുട അല്ലെങ്കിൽ ആ ഒരു വണ്ണം അതിന് മുന്നോട്ടുള്ള വലിയ നോക്ക്, ആ കാണുന്നതും ബദാമാണ്. ഈ കാണുന്നത് കണ്ടോ, ഇതിന് അത്യാവശ്യം വണ്ണമുണ്ട്. അടുത്ത് ആ കാണുന്നതും ബദാമാണ്, കണ്ടോ, അതിനും അത്യാവശ്യം വണ്ണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാക്സിമം ഇത്രയൊക്കെയാണ്. ഇതാണ് ഈ ഒരു ഇത്രയേ ഉണ്ടാവുള്ളൂ. അടുത്ത് ഇവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞ് ബദാം കാണിച്ചു തരുവാണെങ്കിൽ ഇതാണ് കുഞ്ഞ് ബദാം, കണ്ടല്ലോ, കുഞ്ഞ് ബദാമിൻ്റെ ഒരു തൈയാണിത്, ഒരു 4-5 കമ്പുകളായിട്ടുള്ളത്. ഇപ്പം ഇതിലും ബദാമുണ്ട്. കഴിഞ്ഞ വർഷം കാച്ചിട്ടുണ്ട്, തൈ വർഷമുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ഇതെല്ലാം ബദാമാണ്. ഈ കുഞ്ഞ് മരത്തിൽ തന്നെ ബദാമുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളൊക്കെ നാട്ടിൽ ഒരു മരം വയ്ക്കുമ്പം വെള്ളം ഒഴിക്കും, വളം ഇട്ട് കൊടുക്കും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ ആരോ എന്നോ വച്ചു ഒരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, അറിയില്ല എനിക്ക്. ഞാനൊക്കെ വന്നപ്പോഴേ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണിത്. അപ്പോൾ ഇപ്പോഴും ആളുകൾ എന്താണ്, ആരും അങ്ങനെ ഒരു മണ്ണ് പോലും നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണമല്ല. നമ്മളന്നിങ്ങനെ ഇതിനൊന്നും ഒരു തരത്തിലും പരിപാലിക്കുന്നില്ല. ഓരോ വർഷവും കായ്ക്കും, കിട്ടുന്നവരൊക്കെ എടുത്ത് കഴിക്കും, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ അങ്ങനെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തെങ്ങ് വെച്ചാൽ പോലും വളങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കായ്ക്കില്ല, മനസ്സിലായില്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ആരും അങ്ങനെ പരിപാലിക്കുന്ന ഒന്നല്ല ഇത്. കണ്ടോ, ഓരോന്നിലും ബദാം നിൽക്കുന്നുണ്ടോ. ഇതിപ്പം ഒരു ബദാമല്ല, ഏത് മരങ്ങളായാലും ശ്രീനഗറിൽ, നമ്മുടെ JNKയിൽ, ജമ്മു കാശ്മീരിൽ ഒരു ഒക്ടോബർ ലാസ്റ്റിന് അവിടെ ഒക്ടോബർ ലാസ്റ്റ് നവംബറോടെ ഇതിൻ്റെയൊക്കെ ഇലകളെല്ലാം കൊഴിക്കും. എല്ലാ മരങ്ങളും, ആപ്പിളാണെങ്കിലും ബദാമാണെങ്കിലും, അത് നമ്മുടെ വാൽനട്ട് എന്ന് പറയുന്നില്ല, അതാണെങ്കിലും, അടുത്ത് പ്ലം ഫ്രൂട്ട്, എന്താണെങ്കിലും, ചെറി, എന്താണെങ്കിലും ഇവിടെയുള്ള എല്ലാ മരങ്ങളും, അത് മൾബറി ഉണ്ട്, എല്ലാ മരങ്ങളും ഒരു ഒക്ടോബർ ലാസ്റ്റ് നവംബറോടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിച്ചിട്ട് അത് മാർച്ച് ഏപ്രിൽ, അതായത് മഞ്ഞുകാലം കഴിഞ്ഞൊരു ഏപ്രിലോടെ നിറയെ പൂക്കളായിരിക്കും. ഈ ഇലകൾ എത്ര നിൽക്കുന്ന ഇതിനേക്കാളും ഒരുപാട് അത്രയ്ക്ക് പൂക്കളായിരിക്കും, മനസ്സിലായില്ലേ. ഈ താഴോട്ടുള്ള ശിഖരങ്ങൾ മാത്രമേ നമുക്ക് സത്യത്തിൽ കാണാൻ പറ്റുള്ളൂ. മേലിലോട്ടുള്ള എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ കാണാൻ പറ്റില്ല, അത്രത്തോളം പൂക്കളായിരിക്കും. ഇല എന്ന് പറഞ്ഞാൽ ഇലയൊന്നും അപ്പോഴും വന്നിട്ടുണ്ടാവില്ല. ഈ പൂക്കളൊക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഓരോ അതിൻ്റെ ഇത് കഴിയും, അങ്ങ് കൊഴിഞ്ഞു പോവും. കാരണം അപ്പോഴൊന്നും വെയിലൊന്നും കാണില്ല. അത് പൂക്കൾ ഒരു ദിവസം വന്ന് വെയിലുണ്ടെങ്കിലല്ലേ അന്ന് വൈകിട്ട് കൊഴിഞ്ഞു വീഴുള്ളൂ. അപ്പോഴും തണുപ്പായിരിക്കും. അതുകൊണ്ട് 2-3 ദിവസമൊക്കെ നിൽക്കും. 2-3 ദിവസമൊക്കെ നിന്നിട്ടാണ് അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ്. 2-3 ദിവസം നിന്നിട്ടാണ് ഇതൊക്കെ കൊഴിഞ്ഞു വീഴുന്നത്. എന്നിട്ട് ഇത് ആദ്യ ഇലകൾ, കുഞ്ഞു ഇലകൾ വരും. പിന്നെ ഈ പൂക്കളിൽ അതിൻ്റെ അകത്തുള്ള ബദാമെല്ലാം കുഞ്ഞായിട്ട് വരും. ഇതിപ്പോൾ ഏപ്രിൽ ലാസ്റ്റോടെയൊക്കെ, ഏപ്രിൽ 20-ന് ശേഷമൊക്കെ ബദാമായി തുടങ്ങിയതാണ്, കുഞ്ഞു ബദാമായിട്ട്. ഇപ്പോൾ ഇതൊരു 25-30 ദിവസത്തെ ഇതുണ്ട്, വളർച്ചയുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഒരു കൊണ്ടയിൽ നിൽക്കുന്നുണ്ടോ, ഇത്രയും ബദാം ഒരെണ്ണത്തിലുണ്ട്. എല്ലാത്തിലും മാക്സിമം ഇത്രയൊക്കെ ഉണ്ട്, കണ്ടോ. ഇതിപ്പോൾ 1 മാസമായതുള്ളൂ. ഇതിനകത്ത് കുഞ്ഞ് പരിപ്പ് കാണും, അല്ലാതെ ഇത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഒരു ബദാമിൻ്റെ ടേസ്റ്റൊന്നും കാണില്ല. ഒരു കുഞ്ഞ് പരിപ്പ് പോലെ കാണും. നമുക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ട് ഇവിടെ ഒരു കല്ലിൽ വെച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം. കുഞ്ഞ് ചെറുതായിട്ടൊരു അടി അടിച്ചപ്പോഴും പൊട്ടി, കണ്ടോ. ഇതിൽ ജസ്റ്റ് ഒരു പാട പോലെ വന്ന് ചെറിയൊരു ഇതിരിക്കണേ ഉള്ളൂ,
കാണുന്നുണ്ടോ? കണ്ട ആ സെൻറ്ററിൽ കാണുന്നതാണേ. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇതാണ് ആ ബദാമിൻ്റെ ഒരു പക്ഷേ ഇതൊരു ടേസ്റ്റ് ഒന്നുമില്ല. ഒരു പച്ച മണം, അതിൻ്റെ ഇലയുടെയൊക്കെ ഒരു മണമാണ്. ബദാമിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇതിന്, കണ്ടല്ലോ. അപ്പോൾ ഇതെന്തായാലും ഇനി ഒരു 1.5 മാസം കുറഞ്ഞതെടുക്കും ഇതൊന്ന് പരുവായി വരാൻ വേണ്ടിയിട്ട്, അതായത് കഴിക്കാൻ കണക്കും. അടുത്ത വേറെ ഒരെണ്ണം എനിക്ക് കിട്ടി. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഫ്രണ്ട്സ്. ഇതും സെയിം, അത് ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ആവുന്നു. ഞാൻ ഒരു ലൈറ്റ് മഞ്ഞ കളർ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചായിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ബദാം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ 1000 രൂപ, 1100, 1200 ആണെന്ന് ബദാമിൻ്റെ വില. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാടൻ, നമ്മളെ നാട്ടു മാങ്ങ എന്നൊക്കെ പറയില്ല, അതേപോലെ നാടൻ ബദാമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുഞ്ഞ് ബദാമായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലി കിട്ടുന്ന ബദാമാണ്, അതായത് ശ്രീനഗറിനകത്ത് JNK അകത്ത് കിട്ടുന്ന ബദാമാണ്. അപ്പോൾ അല്ലാതെ ഇവിടെ നമ്മൾ ബദാം വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു 3-4 ക്വാളിറ്റി ബദാമുണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള ഷോപ്പിലൊക്കെ. അതായത് ഇത് നല്ല ഡിമാൻഡുണ്ട് ഇപ്പോഴും. മറ്റ് ബദാമുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരിക്കും ബദാം കഴിക്കാൻ. ഇതില്ലേ ബദാം നട്ട്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി വലിപ്പം ഉണ്ടായിരിക്കും. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ വലിപ്പം കണ്ടല്ലോ. ഇനി കുറച്ചുകൂടെ വലിപ്പം വയ്ക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ബദാം അത്രത്തോളം വലിപ്പം കാണില്ല. ഒരു കുഞ്ഞ് നമ്മുടെ അല്പം നീളമുള്ള ഒരു കടലയുണ്ടല്ലോ, നിലക്കടല, അതിൻ്റെ അത്രയേ വരുള്ളൂ. അല്ല ഒരുപാട് നീളം നമ്മളെ സാധാ നാട്ടിലേക്ക് കിട്ടുന്ന പോലത്തെ വലിയ ഇതല്ല. അതൊക്കെ പുറത്തു നിന്നൊക്കെ പറഞ്ഞതാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ, അഫ്ഗാനിസ്ഥാനോ അങ്ങോട്ടൊക്കെ ഉള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞതാണ്. അതിനൊക്കെ ഒരു 700, 750 അല്ലെങ്കിൽ 800 രൂപയെ കാണുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓഫ് സീസണാണ്, അതായത് കായ്ച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒക്ടോബർ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ബദാമൊക്കെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെയല്ലേ ബദാം ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ബദാം അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഇപ്പോൾ സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്കാണ്. ഇവിടെ നമുക്ക് നാട്ടിൽ ആ വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മുടെ ഈ കുഞ്ഞു ബദാം കിട്ടുമെന്ന് അറിയില്ല. അതായത് ദേശി ബദാം എന്ന് പറയും ഇവിടെ, മനസ്സിലായില്ലേ? പുറത്തുള്ള ബദാമാണ് നാട്ടിൽ കിട്ടുന്നത് അധികം. അത് ഏകദേശം 1000 രൂപയ്ക്ക് വെളിയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ആ ബദാമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 800, 750, 800, 850 ആ റേഞ്ച് ഇതാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ആ വില അവിടെ വരുന്നത്. പക്ഷേ ഈ ബദാം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റ് ബദാം വെച്ച് നോക്കുമ്പം ഈ ബദാം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിലയും കൂടാൻ കാരണം എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഷോപ്പിൽ അന്വേഷിക്കുമ്പോൾ. അപ്പോൾ ഞാനെന്തായാലും ഇതിൻ്റെ അടുത്ത വീഡിയോ അടുത്ത ഒരു വിളവെടുപ്പാറാകുമ്പോൾ, ഇതാരും അങ്ങനെ വിളവെടുക്കുന്നതല്ല. നമ്മളൊക്കെ വന്ന് വേണമെന്നുള്ളൊരു കഴിക്കും, കുറേ പേരൊക്കെ വന്ന് പറിച്ചുകൊണ്ടൊക്കെ വീട്ടിലൊക്കെ പോവും. അങ്ങനെയൊക്കെയാണ് തീരുന്നത്. അല്ല ആരും ഇത് പറിച്ചുകൊണ്ട് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇത്രണ്ണം കിട്ടി അങ്ങനെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അടുത്ത ഇത് കഴിക്കാൻ പാകാവുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുക്കാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.